ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അവൾ വന്ന് കേറിയപ്പോ മുതല് ഈ വീട്ടില് സന്തോഷം തുടങ്ങി. അതെ, ചെറിയ കാര്യങ്ങൾ മതി അവൾക്ക് സന്തോഷിക്കാനും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനും. ഇങ്ങനെ ഒരാളെ തന്നെ നമുക്ക് വേണ്ടിയിരുന്നതും. വേണ്ട, ഇനി എന്നെ പറ്റിക്കാൻ നോക്കണ്ട. ഞാൻ സോറി പറഞ്ഞില്ലേ? അത് പറ്റില്ല. പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഉമ്മ ഇറട്ടെ. ആ, എന്തേലും ചെയ്. ശരി, നോക്ക്. ഇനി ഒരിക്കലും എന്റെ പ്രിയപ്പെട്ട ഭാര്യയെ നോക്ക്. എനിക്ക് എന്തെങ്കിലും പറ്റിപ്പോയെന്ന് പറഞ്ഞാൽ ഞാൻ ഇനി ഒരിക്കലും പേടിപ്പിക്കില്ല. എത്തോടട്ടെ. 1 2. താനിത് ക്ഷമിച്ചു എന്ന് പറയാതെ ഞാനത് നിർത്തില്ല കേട്ടോ. എന്താ ഇങ്ങനെ നിന്ന് ചിരിക്കുന്നേ? ഒന്നുമില്ല. വീരനിൽ വീരനായൊരു പുത്രനെ നീ പ്രസവിച്ചിട്ടില്ലേ? അവന്റെ അവസ്ഥ എന്താന്ന് നീ നോക്കിയേ. മതി 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 മതി. മതിയാ? ഇനി നിർത്തിക്കാം. താൻ ഓക്കെ ആണല്ലോ? എന്നോട് ക്ഷമിച്ചല്ലോ അല്ലേ? ഇപ്പൊ ക്ഷമിച്ചു. പക്ഷേ ഇനി ഇതുപോലെ കാണിച്ചാൽ ഞാൻ ക്ഷമിക്കില്ല. എങ്കി വാ, നമുക്ക് അച്ഛനെ നനച്ചിട്ട് വരാം. രണ്ടാൾക്ക് ഒരുമിച്ച്. ഒരുമിച്ചോ? അപ്പൊ പിന്നെ ജോലി നടന്നത് തന്നെ. അതൊക്കെ നടക്കും. താൻ വന്നേ. വരും. അവൾ ഒരു മിടുക്കി കുട്ടി തന്നെയല്ലേ? അവള് വന്ന് കേറിയപ്പോ മുതല് ഈ വീട്ടില് സന്തോഷം തുടങ്ങി. അതെ, ചെറിയ കാര്യങ്ങൾ മതി അവൾക്ക് സന്തോഷിക്കാനും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനും. ഇങ്ങനെ ഒരാളെ തന്നെ നമുക്ക് വേണ്ടിയിരുന്നതും.
അച്ഛാ ഞങ്ങളൊന്ന് പുറത്തു പോയിട്ട്. അതിന് നീ എന്തിനാണ് ഇങ്ങനെ നാണിക്കുന്നത്? കൂടെയുള്ളത് നിന്റെ ഭാര്യയല്ലേ? മക്കളെ, നിങ്ങളെ ഒരുമിച്ച് കാണുന്നതും നിങ്ങളുടെ മുഖത്തെ സന്തോഷം കാണുന്നതും ഒക്കെ അച്ഛനും അമ്മയ്ക്കും അതിലും വലിയ സന്തോഷമാ. ചെല്ല. ദേ, വീടൊരു സ്വർഗമായിരിക്കണമെന്ന് എപ്പോഴും പറയും. അങ്ങനെ ആഗ്രഹിക്കുകയും ചെയ്യും. പക്ഷേ വല്ലപ്പോഴും ഒക്കെ അത് സംഭവിക്കും, അല്ലേ പത്മിനി? ഐശ്വര്യമുള്ളൊരു പെണ്ണു വന്ന് കയറിയ വീടൊരു സ്വർഗാവെന്ന് പറയാറുണ്ടല്ലോ. ഉം. രാധികയുടെ കാര്യത്തില് അത് സത്യം തന്നെയാ. പക്ഷേ സന്തോഷം കാണുമ്പോ അതിന്റെ ഉള്ളിലൊരു ഭയം തട്ടുന്നുണ്ട്. എന്തുപറ്റി? അല്ല, നമ്മുടെ കുടുംബത്തിന്റെ മുമ്പത്തെ ചരിത്രം പരിശോധിച്ചാൽ അടങ്ങിക്കിടക്കുന്ന അഗ്നിപർവ്വതം പൊട്ടുന്നത് പോലെ ഒരു പൊട്ട സംഭവിക്കാറുള്ളത്. ഇനി അങ്ങനൊന്നും ഉണ്ടാവില്ല. കൽപ്പനയ്ക്കടക്ക എല്ലാവർക്കും കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ടുണ്ട്. ഇനി എല്ലാരും പരസ്പരം സ്നേഹിക്കാനേ മത്സരിക്കൂ. എങ്കിൽ നന്നായി. ആ സന്തോഷത്തിന് മാറ്റുകൂട്ടാൻ അവർക്കൊരു കുഞ്ഞുകൂടി ഉണ്ടായിരുന്നെങ്കിൽ. ഞാനും അതൊക്കെ ആലോചിക്കുന്നുണ്ട്. ഈശ്വരന്മാരുടെ അനുഗ്രഹം കൊണ്ട് എല്ലാം ശരിയാവുന്നേ. നമ്മുടെ പേരക്കുട്ടികളുടെ കലബിലയൊക്കെ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. ഇന്നും പോലീസ് സ്റ്റേഷനിൽ പോയി അന്വേഷിച്ചു. അവരിപ്പോഴും ഒന്നും പറയുന്നില്ല. എഴുത്തെഴുതി വെച്ച് തീർത്ഥയാത്രയ്ക്ക് പോയ ഒരാളെ എന്തിനാ അന്വേഷിക്കുന്നെന്നൊക്കെയാ ഒരു പോലീസുകാരൻ ചോദിച്ചത്. അയാൾക്കെന്താ? നമ്മുടെ വേദന നമുക്കല്ലേ അറിയൂ. അമ്മയുടെ മാനസിക നില ശരിയല്ലെന്ന് അവർക്ക് മനസ്സിലായില്ലേ? അതിനുണ്ടായി ഒരു 100 ചോദ്യങ്ങൾ. മാനസിക നില തെറ്റിയെന്ന് പറയുന്ന ഒരാള് ഇത്ര കൃത്യമായ ഒരു കത്തെഴുതി എങ്ങനെ വെക്കുമെന്നാ അവര് ചോദിക്കുന്നത്. നമ്മൾ നമ്മുടെ സങ്കടം പറയാൻ ചെല്ലുമ്പോ കുറ്റവാളിയെ ചോദ്യം ചെയ്യുന്ന പോലെ അവരുടെ ചോദ്യങ്ങള്. എന്തൊരു കഷ്ടാണ്. നമ്മളെ തോൽപ്പിക്കാനുള്ള ആവേശത്തിൽ ഇറങ്ങിപ്പോയതാണെങ്കിലും ഈ യാത്രയില് അമ്മയ്ക്ക് സ്വസ്ഥതയുണ്ടാവുന്ന തോന്നുന്നുണ്ടോ? മനസ്സുഖം ഇല്ലാത്ത ഒരാളെ ആര് സഹായിക്കാനാ? ദേവേട്ടൻ കുറച്ചെങ്കിലും കഴിക്ക്. വേണ്ട യശോദേ. എത്ര നേരായി? എന്തെങ്കിലും വന്ന് തളർന്നു വീണു പോയാ അമ്മയെ തിരക്കാൻ പോലും നമുക്ക് പറ്റാതാവില്ലേ? അന്വേഷിച്ചാലേയാവും പാവം.